Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചക്കക്കുരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. 10 ചക്കക്കുരു ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്കക്കുരു കൊണ്ടാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതെങ്കിലും അത്ര കുറവായിട്ട് ആരും കണക്കാക്കേണ്ട കാര്യം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഷേക്കാണിത്. ഇതിപ്പോൾ ഞാൻ ചക്കക്കുരു വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇത് ചൂടാറിയതിന് ശേഷം ഈ ചക്കക്കുരുവിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ തോല് കളയുമ്പോൾ ഈ ബ്രൗൺ കളറിൽ തോല് കളയേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ബ്രൗൺ കളറിൽ കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ 10 ചക്കക്കുരും ഇതേപോലെ തോല് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്കൊരു 2 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ആണെങ്കിലും ചേർത്താൽ മതി, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ കുറച്ചുകൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ മിൽക്ക് ഷേക്കിന്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പാകത്തിനൊന്ന് അരച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ഗ്ലാസ്സോളം പാലെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. ഇനി ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസാണ് ചേർക്കുന്നത്. ഇപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ഇപ്പോൾ ഈ നോമ്പ് മാസമാണ്. അപ്പോൾ അതുകൊണ്ട് ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലും നോമ്പ് തുറന്ന ഉടനെ തന്നെ ഇത് കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.